സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമുൽ മദ്രസ ചൊല്ലിക്ക് അത് സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു ജാഗായിട്ട് കിടന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടും അങ്ങനെ അല്ലാഹു തആല യഥാർത്ഥ സ്വർഗ്ഗത്തിൽ പോവുകയും അതിന് സ്വർഗ്ഗ കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചമ്മട്ടയും വർക്കാവുടെ ഒരു അവയവങ്ങളായിട്ട് നാവ് ചൊല്ലതും കയ്യും കാലും ചൊല്ലും. അപ്പൊ ആ കയ്യിനെ കൊണ്ടും ആ കാലിനെ കൊണ്ടും ആ നാവിനെ കൊണ്ട് തന്നെ ഹൈറായത് കല്ലാട്ട് നല്ലത് കല്ലാട്ട് ചമ്മ യൂസാക്കുന്നു തീരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല റബ്ബായ സുബ്ഹാനഹു വ തആല അല്ലാഹു ചൊല്ലുന്ന യാ അയ്യുഹല്ലദീന ആമനൂ ഓതന്റെ സത്യവിശ്വാസികളെ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും നിങ്ങൾ ആരും നിങ്ങളുടെ സ്വന്തം അല്ലാട്ട് സ്വന്തവുമല്ലാട്ട് വ്യാനകൾ ഔത്തറുള്ളത്തിൽ നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ പ്രവേശിക്കുന്നത് തീരാ ഹത്താ തസ്തഅനിസു ആ ഔത്തറാകാതെ ആവട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ ഔത്തറുള്ളിൽ ഇവിടെ തന്നെ റൂമിടെ ആവട്ടു പെർമിഷൻ കിട്ടാട്ട് ആ ഔത്തറുള്ളത്തിൽ ആ റൂമിടെ ഉള്ളത്തിൽ ആരും പ്രവേശിക്കുന്നത് തീരാ ഒന്ന് സല്ലിമു അലാ അഹ്ലിഹാ സലാമു ചൊല്ലിട്ടു അവ തിരിച്ച് സലാമു ചൊല്ലുകൊടുത്തോന്ന് എന്താ കൊടുക്കുത്തീര ആ ഔത്തറുണ്ട കൊടുക്കുത്തീര ഏതൊരു ഔത്തറുണ്ട പ്രവേശിക്കുമ്പോഴോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സലാമു പ്രവേശിച്ച് ചൊല്ലിട്ട് പോകണമെന്ന് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാറ്റി തന്ന ഈ ദീൻ അപ്പൊ സലാം ഇങ്ങനെ എല്ലാവരും ചൊല്ലിട്ട് തന്നെ വ്യാപകമാക്കണം. സലാമുടോ മഷ്ഹൂറാക്കണോ പരസ്പര കാണുമ്പോൾ സലാമു ചൊല്ലണോ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുമാ അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടുകൊണ്ട് അയ്യുൽ ഇസ്ലാമി ഖൈറുൻ ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യങ്ങൾ ഏത്, ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ഖൈറായത് ഏതെന്ന് കേട്ടിട്ടു ഒരാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം തിന്നൊരു ചോറില്ലാത്തവർക്ക് ചോറ് എത്തുവാൻ കൊടുക്കൽ ഇസ്ലാമിന് ഏറ്റവും ഖൈറായ കാര്യമാണ്. ഞങ്ങളെ ഇപ്പം ചോറില്ലാത്തവരെ തേടി പോയിട്ട് കാണ്ടയങ്ങളെ ഇപ്പൊ ഉദാഹരണം അങ്ങനെ ആവശ്യത്തിന് പേരായിട്ട് ഒരു സിറ്റിക്ക് എന്തെങ്കിലും തൽക്കാലം എടുത്ത് പറഞ്ഞുക അല്ലെങ്കിൽ ഡ്രസ് എടുത്ത് പറഞ്ഞുക അല്ലെങ്കിൽ പറഞ്ഞില്ല. ഇപ്പൊ ഉദാഹരണത്തിന് സിറ്റിക്കെല്ലാം പോയെങ്കിൽ ഒരുപാട് ഫക്കീരന്മാരെ മിസ്കീന്മാരെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഒന്നാണ് എന്താക്കണ ഹോട്ടലിൽ വിളിച്ചു പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് അതിനെ ബില്ല് കൊടുത്തു പറഞ്ഞു. അല്ലെങ്കിൽ എന്താക്ക ഹോട്ടലിന്റെ ഒരു ചെറുപ്പം പോരട്ട അല്ലെങ്കിൽ ഒരു ടൈമിൽ ചോറ് എന്തെങ്കിലും ഒരു സാധനം ഉള്ളതിൽ നല്ല ചോറ് എന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം അതിന് ചെറിയ ഒരു 100 രൂപ 50 രൂപ പാർസലാക്കി പറ്റുന്നതിനെന്താക്ക കാന്റെ ഫക്കീരന്മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് പോവാം. അത് കാണ്ടാറ് റബ്ബായ അല്ലാഹു നിങ്ങളുടെ ഇടയിൽ നിൽക്കും ആ ഫക്കീരായ മിസ്കീന്റെ ഇടയിൽ വിട്ടിട്ട് മൂന്നാമത്തെ വേറെ ആളും ദുനിയാവിൽ കാണില്ല. അത് അല്ലാഹു മാത്രമേ കൊടുത്താവുന്ന നല്ല പ്രതിഫലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു ഒന്നാമതായിട്ട് ഭക്ഷണം തിന്നൊരു ചോറില്ലാത്തവർക്ക് നിങ്ങൾ ചോറ് എത്തുവാൻ കൊടുക്കുള്ളൂ. പിന്നെ ഒരു റൂപ്പുണ്ട് എന്തിനൊത്തുണ്ട നമ്മുടെ രായത്തിൽ ഇപ്പൊ ആരും പട്ടണിക്കില്ല എല്ലാവരും ചോറാക്കി തിന്നിടാറ്. അപ്പൊ എങ്ങനെ ഭക്ഷണം ഇല്ലാത്തവർ തേടി പോകണ്ടോ അള്ളാഹുടെ ദീന് പഠിക്കുന്ന മക്കയിക്കിടാറ് സ്ഥാപനമാവട്ടു അല്ലെങ്കിൽ പള്ളിയിലുള്ള ദർശനാവട്ടു അല്ലെങ്കിൽ ശരീഅത്ത് പഠിക്കുന്ന പെണ്ണമക്കാവട്ടു അല്ലെങ്കിൽ യതീംഖാനത്തിലാവട്ടു അകടിക്കാവട്ടു മുത്താലിമീനാവട്ടു ഉസ്താദുമാർ അസീദന്മാർ അല്ലെങ്കിൽ വലിയ ആൾമാർ എന്താക്കിക്കിടാറ് അള്ളാഹുടെ ദീന് പഠിപ്പാനുള്ള സ്ഥാപന അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊരു ഹോസ്റ്റലുകളാക്കിയിരിക്കിടാറ്. അപ്പൊ ആ ജാഗയിൽ അവിടെ പോയിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കാനുള്ള താല്പര്യമില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്താക്ക മുണ്ട അവിടെ ഓഫീസിൽ അവിടെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ഫുഡ് ചെലവ് എത്ര ഓർഡർ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് നാട്ടിൽ എടുത്തപ്പെട്ട മക്കൾക്ക് കൊടുക്കുക. അപ്പൊ എപ്പോ കൊടുക്കുക ഏത് നേരം കൊടുക്കുക സ്വന്തം ആ
മാത്രമെന്താക ചോറ് തിന്നണവും കഷ്ടത്തിലിക്കിടാനുണ്ട് അല്ലെ ഒരുപാട് ചെലവിന്റെ ജാഗ്രതയുണ്ട് എന്താക്ക ഭക്ഷണം എടുത്ത് പോയിട്ട് കൊടുക്കൽ ഇസ്ലാമിന് ഏറ്റവും ഹൈറായ കാര്യമായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു കൊടുക്കുകയും തൗഫീഖും അതുപോലെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യ സലാമു ചൊല്ലുന്ന കാര്യമായിട്ട് അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്. ഇനി ഞങ്ങൾക്ക് ഗുരുത്വമില്ലാതായ സമ ഗുരുത്തമില്ലാത്ത സമ പരിചയമുള്ളവരും ചൊല്ലണം, പരിചയമില്ലാത്തവർ മുസ്ലിമുകൾ ഒന്നുമില്ല അവിടെ എന്താക സലാമു ചൊല്ല. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തഫഖുൻ അലൈഹി വഅൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലമ്മാ ഖലഖല്ലാഹു ആദം അലൈഹി സലാം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ഖാല അല്ലാഹു തആല ചൊന്ന ഇസ്ഹബു അവ ആദമേ നീ പോ ഫസല്ലിം അലാ ഉലൈക അവിടെ ഇവിടെ ആ വിഭാഗം ആൽമാർക്ക് എതിരു ചൊല്ലണം, സലാം ചൊല്ലണം. നഫറത്തിൽ മലായികത്തി ജുലൂസുൻ അവിടെ ഒരു വിഭാഗം മലക്കിനെ എന്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയിട്ട് എന്നിട്ട് അല്ലാഹു ചൊന്ന ഫസ്തമിഅ മാ യുഹയ്യൂനക ഫഇന്നഹ തഹിയ്യതുക വതഹിയ്യതു സുർരിയതിക. നീ അവിടെ പോയിട്ട് എതിരു ചൊല്ലണം, സലാം ചൊല്ലണം. ഫസ്തമിഅ മാ യുഹയ്യൂനക നിനക്കാണ് എന്തിനെ ചൊല്ലലുണ്ട് നീ എന്താക്കണം കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് കാത് കൊടുക്കണം. അതിന് എന്തിനാണ് തട്ടാനിട്ട് കാത് കൊടുക്കണോ. അങ്ങ് തന്നത് അങ്ങ് ചൊല്ലത് അത് നിൽക്കും നിന്റെ സമുദായത്തെ ആൾക്കാർക്ക് സന്താനത്തിലായിട്ട് അസ്സലാമു അലൈക്കും ഫഖാല ആദം അലൈഹിസ്സലാം ചൊല്ലും അസ്സലാമു അലൈക്കും. അവിടെ വെച്ചിട്ടുണ്ട് ആ വിഭാഗം ആൾമാർക്ക് പോയിട്ട് അസ്സലാമു അലൈക്കും ചൊല്ലു. ഫഖാലു അപ്പ അവിടുത്തെ മലക്കുകളും ആൾമാരും ചൊന്നാറ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ് ചൊന്നാറ്. ഫസാദുഹു അമേന്ദ്രാക്കർ സലാമത്തിന്റെ ജാസ്തിയാക്കി വഴിപാടി കൊടുത്താൽ എങ്ങനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദം അലൈഹിസ്സലാം ചൊല്ലാണ് അസ്സലാമു അലൈക്കും. ഇതെന്താക്കിയത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ചൊല്ലുകു വഴിപാടി കൊടുത്താൽ ആദമേ അത് നിൽക്കും നിന്റെ സന്താനത്തിൽ ഒരു പാടായിരിക്കും, സന്താനത്തിൽ എല്ലാവർക്കും യൂസ് ആക്കുമെന്നതായിട്ട് തന്നെ കാണിക്കാതെ ഗിഫ്റ്റ് നിങ്ങൾക്ക് അപ്പഴ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സുന്നത്ത്, അസ്സലാമു അലൈക്കും ചൊല്ലൽ ഫർദായിരിക്കും. അപ്പൊ ഒരാളെ കാണുമ്പോൾ സലാം ചൊല്ലൽ സുന്നത്ത് കണ്ടായെന്നില്ല. അപ്പൊ ചൊന്നിട്ട് കഴിഞ്ഞെങ്കിൽ മടക്കല് നിർബന്ധമായിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും ചൊല്ലൽ മെയ്യോടും വറഹ്മത്തുള്ളാഹി കൂട്ടി കൊടുക്കൽ സുന്നത്തായിട്ടുണ്ട്. അപ്പൊ ഒരാളെ കാണുമ്പോൾ എന്താക്കുക അസ്സലാമു അലൈക്കും ചൊല്ല. ഇനി ഒരവത്തിന് പായന്റെ ദൂരം പോയി നിന്നിട്ട് വഴിപാട് മൂന്ന് വട്ടം സലാം ചൊന്നിട്ടു. അവിടെ ആരും സലാം തിരിച്ചു ചൊന്നില്ലെങ്കിൽ അവിടെ ആരെ കണ്ടില്ല ചൊന്നെങ്കിൽ സൗണ്ട് പുറത്ത് വന്നില്ല ചൊന്നെങ്കിൽ നിങ്ങൾ അവത്തിന് പ്രവേശിക്കണമെങ്കിൽ അവിടെ പോറൂ. അപ്പൊ ആരെ കാണുമ്പോ സലാം ചൊല്ല. പള്ളിക്ക് പറമ്പത്തത് പലരോട് ആരും അപ്പൊ എങ്ങനെ സലാം ചൊല്ലൂ. അസ്സലാമു അലൈക്കും വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാഹുവേ പള്ളിയിൽ വിളിച്ചിട്ട് അല്ലാഹു ഇബാദത്ത് എടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലായികമാർ ജിന്നുകാർ സാലിഹീങ്ങൾക്ക് അല്ലാഹുവിന്റെ കാവലിരിക്കട്ടെ, രക്ഷയിരിക്കട്ടെ. കാലിയുള്ള ജാതിക്കാരുടെ സലാം ചൊല്ലൂ. അപ്പൊ ആരെ പെണ്ണേടെ കാണുമ്പോൾ സലാം ചൊല്ലൂ, പെണ്ണേടെ കാണുമ്പോൾ സലാം ചൊല്ലൂ. ചെറിയ ആൾമാരിൽ തന്നെ ചെറിയ ആൾമാരുണ്ടാവുള്ളൂ, വലിയ രംഗത്തെ ആൾമാരുടെ സലാം ചൊല്ലൂ. അതെല്ലാം മൊത്തം മനസ്സിലുണ്ട്. അല്ലാഹു തആല ചൊല്ലതും കേട്ടതും സാലിഹായ അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു വിളിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ ഒരുപാട് സലാം ചൊല്ലാനും ഒരുപാട് സലാം മടക്കാനുള്ള തൗഫീഖും മനസ്സും നമുക്ക് നൽകി അനുഗ്രഹിക്കണമല്ല. ജീവിതത്തിൽ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ല. അതിനുള്ള ഭാഗ്യവും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണമല്ല. നാം ഈ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ ഹൈറാത്തുകളെയും കബൂൽ ചെയ്യണമല്ല. നാവ് കൊണ്ടും ശരീരം കൊണ്ടും ആരെ ബുദ്ധിമുട്ടിക്കാതെ, ആരെ വിഷമിപ്പിക്കാതെ, ആരെ മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണമല്ല. നാട്ടിലും കുടുംബത്തിലും ഐക്യം നൽകണമല്ല. ശത്രുക്കളുടെ ശരണത്തെ നീ കാക്കണമല്ല. ശത്രുക്കളെ മിത്രങ്ങളായി കാണാനുള്ള തൗഫീഖ് നൽകണമല്ല. സിഹിറന്മാരുടെ സിഹിർ നബിയുടെ ബറക്കത്ത് കൊണ്ട് നീ ബാധ്യനാക്കണമല്ല. ഇബ്ലീസിന്റെ ശരണത്തെ കാക്കണമല്ല. നമുക്ക്
ആയുസ്സിലും മക്കളിലും കുടുംബ ജീവിതത്തിലും റിസ്കിലും അക്ഷരത്തിൽ നീ ബറക്കത്ത് നൽകി